തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മളെ ഉളൂവിൻ്റെ പൂർണ്ണതക്ക് ദിക്ർ ചൊല്ലി സ്വലാത്തല്ലണം. കുളിയുടെ പൂർണ്ണതക്ക് അതിന് ശേഷം ദിക്ർ ചൊല്ലി സ്വലാത്തല്ലണം. പഴയ കാലത്തെ വല്യമ്മമാരും വല്യപ്പമാരൊക്കെ ഈ ദുആ ചെയ്യാതെ ഒരൊറ്റ ഉളൂ കഴിഞ്ഞിട്ടും ഇങ്ങനെ ദ്വാരക്കാതെ ഒരു പൊരൻ്റെ ഉള്ളിൽ കയറൂല. പൊരൻ്റെ പുറത്തുനിന്ന് അന്ന് ഉളൂ കൊടുക്കുക. കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരിയിട്ട്, ഇന്ന് മോട്ടറൊന്നും ഇല്ലല്ലോ, കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരിയിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആ പാത്രം ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് അങ്ങനെ ഉളൂ കൊടുക്കും. ഉളൂ കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം അവർ കുടിക്കും അല്ലേ. നമ്മളൊക്കെ വെള്ളം കുടിക്കണ ഒരു ബുദ്ധിമുട്ടാണ്. ഉളൂവിൻ്റെ ശേഷിച്ച വെള്ളം വാങ്ങി കൊടുക്കാറിന് നമുക്കൊന്നും ദഹിക്കണില്ല അല്ലേ. നമുക്ക് എന്താ ദഹിക്കുക? ലി ഖബരി ഇന്ന ഫീഹി ഷിഫാഅൻ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദീസിലുണ്ട് ആ ശേഷിച്ച വെള്ളത്തിൽ നിന്ന് കുടിക്കുമ്പോൾ രോഗത്തിന് ശമനുണ്ട്. രോഗം വന്നിട്ട് നമ്മളോട് കുടിക്കാൻ പറഞ്ഞാൽ എത്ര ടാങ്ക് വേണമെങ്കിലും കുടിക്കും നമ്മൾ. വരുന്നതിന് മുമ്പ് ഒരു കാവലായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഒരുക്കല്ല. നമ്മൾ ഈമാൻ ദുർബലപ്പെട്ടു പോയോ, അതിന് ശിഫയുണ്ട് എന്ന് സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസിലുണ്ട്. അപ്പൊ ആ ശിഫക്ക് കാരണമാകുന്ന വെള്ളം കുടിച്ചതിന് ശേഷം അവരിങ്ങനെ ദ്വാരക്കും. 90 ആയാലും അവരെ എല്ലിനോ ബോഡിക്കോ ഒരു കുഴപ്പമില്ല അല്ലേ. പഴയ കാലത്ത് 90 നിൽക്കുന്ന വല്യമ്മമാരും വല്യപ്പാരും കണ്ട് ഓർമ്മ ഉണ്ടോ? അന്നത്തെ 90 ഇന്നത്തെ 90 എടുക്കും. അവര് ഹോസ്പിറ്റലിൽ പോയത് ഇന്ന് പോയതൊന്ന് കൂട്ടി നോക്കൂ സഹോദരങ്ങളെ, വെറുതെ പറയല്ല ഞാന്. ഇന്ന് 80-86 ആയ ഒരാള് മാസത്തിൽ 2 കുറി എങ്ങനെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അന്ന് 86 തീരെ പോയിട്ടില്ല. പക്ഷേ പണ്ടെന്നോ പോയൊരു ഓർമ്മ അങ്ങനെ കഥ പോലെ പറയും വല്യമ്മ. പണ്ടൊരു 35-ാമത്തെ വയസ്സിലേ കാലൊന്ന് ഒടിഞ്ഞിരുന്നു. അതൊന്ന് കെട്ടിക്കാൻ വേണ്ടി ആ വൈദ്യൻ്റെ അടുത്തൊന്ന് പോയി. അങ്ങനെ ഒരു 1.5 മാസം കൊണ്ട് കെട്ടിച്ചിങ്ങനെ അത് മാറി. ഗുളികൊന്നുമില്ല, ചെറിയൊരിങ്ങനെ തേക്കാളൊരു മരുന്നുണ്ട്, അതന്നെ. ബോഡിക്ക് നല്ല ശിഫയിരുന്നവര് നമ്മളൊന്ന് കൂട്ടി നോക്കി, നമ്മൾ എത്ര വെള്ളം കുടിച്ചു ഉളുവിൻ്റെ ശേഷം? ഉളുവിൽ നിന്ന് ശേഷിച്ച വെള്ളത്തിൽ നിന്ന്. അപ്പൊ അസ്പൃശ്യ തുടങ്ങൂലേ. അത് എല്ലാവരും ഉളു കൊടുത്ത ഹൗലിൽ നിന്നാണ് വെള്ളം കുടിക്കണമെങ്കിൽ അതന്നെ ഈമാന്റെ കമ്മിയതാണ്. രോഗം വന്നോക്കട്ടെ, ഏതെങ്കിലും ഒരു ഉസ്താദ് കുറച്ച് വെള്ളം ആ ഹൗലിൽ നിർത്തുകൊണ്ടിരുന്ന് പറഞ്ഞാൽ ആ ഹൗല് അന്ന് തുറന്നിട്ടില്ലെങ്കിൽ ചാടിയിട്ട് മുക്കി കൊണ്ടു കൊടുക്കൂല നമ്മള്. ഉസ്താദ് പറഞ്ഞു, നിങ്ങളെ നാട്ടിലെല്ലാവരും ഉളു കൊടുത്ത ഹൗലിൽ നിന്ന് കുറച്ച് വെള്ളം ഇപ്പൊ കിട്ടണം. ഉസ്താദെ ഹൗലത്തെ വെള്ളം ചോദിക്കൂല. നമ്മൾ എന്ത് പറയും? ഈ രോഗം മാറണ്ടേ, ആ വെള്ളം ഇങ്ങോട്ട് കൊണ്ടിരുന്നു. എല്ലാവരും ഉളു കൊടുത്ത വെള്ളം കൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം കൊണ്ടുവന്നു. ഉസ്താദിൽ മന്ത്രിച്ചു. നമ്മൾ നല്ല 100% ബോധത്തോടെ കുടിക്കുന്നേ ഇത് മാറണം. ഹദീസിൽ പഠിപ്പിച്ചതിൽ ശിഫയുണ്ട്. നമുക്കത് വന്നെങ്കിലേ ബോധ്യപ്പെടാനാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കണ്ട. നേരത്തെ തന്നെ അത് കുടിച്ചാൽ എന്തൊരു സുഖമുണ്ട്, ശരീരത്തിന് എന്ത് ആരോഗ്യമുണ്ട് സഹോദരങ്ങളെ. ഹജ്ജിന് പോകുന്ന ഹാജിമാരോട് സംസം കുടിക്കാൻ മാത്രമാണോ കൽപ്പിക്കപ്പെട്ടത്? അല്ല, സംസം തലയിലൊഴിക്കലും സുന്നത്തില്ലേ ഉണ്ട്. സംസം വെള്ളം തലയിലൊഴിക്കലും സുന്നത്തുണ്ട്. അത് അന്നത്തെ കാലത്ത് ആ സൗകര്യമായിരുന്നു. കിണറ്റിലേക്ക് നോക്കലും അതേ കോരിയെടുക്കലും അവർക്ക് സുന്നത്തുണ്ട്. ഇന്ന് സംവിധാനം മാറി. ഇന്ന് കുടിക്കാനും ഒഴിക്കാനും ഇന്നും കഴിയും. കിണറിലേക്ക് നോക്കാനുള്ള സംവിധാനം ഇന്നില്ല, കോരിയെടുക്കാനുള്ള സംവിധാനമില്ല. ഇന്നൊക്കെ പൈപ്പുകളാണ്. അതിൽ നിന്ന് അങ്ങനെ ഓരോ പാത്രത്തിലും ശേഖരിച്ച് വെക്കാൻ കഴിയും. എന്നാലും അതുകൊണ്ട് ശിഫക്ക് വേണ്ടി തലയിലൊഴിക്കാനും മുഖം കഴുകാനും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ ശിഫയുള്ള വെള്ളമാണല്ലോ മാഉ സംസം. വിശ്വസിക്കാൻ കഴിയോ? ആ സംസമിലും ഉണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉളു എടുത്ത വെള്ളത്തിൽ നിന്ന് ബാക്കിയുള്ള ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളം പാത്രത്തിലാക്കി ഉളു എടുത്തതിന്റെ ബാക്കി വെള്ളം സംസം കിണറിൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ നാട്ടിലും പരിസരത്തുള്ള ആളുകൾക്ക് ബേജാറ് കൂടി, ഇനി അത് കുടിക്കണോ കുടിക്കണ്ടേ തീരുമാനിക്കണം. ഈ ഹദീസ് കണ്ടപ്പോൾ അവർക്ക് ബേജാറായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉളു എടുത്ത വെള്ളം സംസം കിണറിലേക്ക് ഒഴിച്ചു എന്ന് പറയുമ്പോഴേക്ക് ബേജാറ് തുടങ്ങി. എന്ത് ബേജാറോടാനാ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ഉറവ പൊട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്നല്ലേ സ്വഹാബത്ത് വ്യത്യസ്ത തലങ്ങളിൽ ഉളു എടുത്തത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ തങ്ങളെ കൈവിരലിലേക്ക് നോക്കുന്നു. കയ്യിന്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകുന്നു. അംസാലൽ ഉയൂൻ, തടാകങ്ങളിലൂടെ വെള്ളം ഒഴുകും പോലെ പാത്രത്തിലേക്ക് തങ്ങൾ ഇങ്ങനെ വിരല് വെച്ചിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്.
ചോദിച്ചു, എത്ര പേരുണ്ടായിരുന്നു? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞങ്ങൾ 1000 പേരുണ്ടെങ്കിലും ആ വെള്ളം ഞങ്ങൾക്ക് മതിയാകുമായിരുന്നു. ആ ഘട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത് 80 പേരാണ്. മറ്റൊരു സന്ദർഭത്തിൽ 150 പേരുണ്ട്, വേറൊരു സന്ദർഭത്തിൽ 300 പേരുണ്ട്. വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇതേ സംഭവം നടന്നിട്ടുണ്ട്. അതാണല്ലോ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള വെള്ളമേതാണ്? സംസം വെള്ളത്തെക്കാളും ബഹുമാനമേതിനാണ്? വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി സാബിഇൻ നബിയിൽ മുത്തബഅ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ നിർഗരിച്ചു വന്ന വെള്ളത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. വിശ്വാസമില്ലാത്തവൻ പറയുന്നു അതും വേസ്റ്റാണ് എന്ന്. മുഅ്മിനീങ്ങളെ, നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഹുദൈബിയയിൽ ഒരു കിണറുണ്ട്. ആ കിണറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തതിന്റെ ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ജീറാനയിൽ ഒരു കിണറുണ്ട്. ആ കിണർ ഇന്ന് മൂടപ്പെട്ട അവസ്ഥയിലാണ് കാണുന്നത്. അവിടെയുമുള്ള കിണറ്റിലും ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തതിന്റെ ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോഴും കുടിക്കുന്ന സൂക്ഷിക്കുന്ന സംസം വെള്ളത്തിലും അതുണ്ട്. അപ്പൊ വുളു എടുത്ത് ശേഷിക്കുന്ന വെള്ളം കുടിക്കുന്നത് വലിയ ശിഫയാണ്. സംസം വെള്ളത്തിന് അല്ലാതെ തന്നെ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് ഒന്നുകൂടി ഇരട്ടിയായി വർദ്ധിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിച്ച സ്ഥലത്താണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം ചിറക് കൊണ്ട് ഇങ്ങനെ മാന്തി ഉണ്ടാക്കിയത്. അവിടെയാണല്ലോ നീരുറവ പൊട്ടിയൊഴുകിയത്. ശുദ്ധിയാക്കണമെന്ന് പലരും വാശി പിടിച്ചു. ആ കിണറിൽ പലതുമുണ്ടെന്ന്. പക്ഷേ ശുദ്ധിയാക്കാൻ ആർക്കും കഴിയുന്നില്ല. കാരണം വെള്ളം വറ്റിക്കാൻ ഏത് ഉപകരണങ്ങൾ വെച്ചിട്ടും വറ്റുന്നില്ല. അവസാനം അറബികളിൽപ്പെട്ടവർ തന്നെ പലരും പറഞ്ഞു, അല്ലാഹുവിന്റെ വെള്ളം അല്ല തന്നെ കാത്തുകൊള്ളും, നമ്മൾ എന്ത് ശ്രമിച്ചിട്ടും നടക്കൂല. മൂടപ്പെട്ടു പോയിരുന്ന കിണറാണ്. അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് പിന്നീട് അത് പുതുക്കി പുനരാരംഭിച്ചു. അത് കുഴിച്ചു. നമുക്കെല്ലാവർക്കും വേണ്ടി ഇന്നും അത് നിലനിൽക്കുന്നു. ആ ജലാശയത്തിലുമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്നതിന്റെ ശേഷിപ്പുണ്ട്. വുളു എടുത്ത വെള്ളത്തിൽ നിന്ന് ബാക്കി കുടിക്കണം. ശേഷം സ്വലാത്ത് ചൊല്ലണം. അതേ, ആ സ്വലാത്ത് മറന്നുപോകാൻ പാടില്ല. രണ്ടാമതായിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഇദാ മർറ ഫീഹാ ബിആയത്തിൻ ഫീഹാ ദിക്റുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരായത്ത് ഇങ്ങനെ ഓതുമ്പോൾ നബി തങ്ങളെ മഹത്വം പറയുന്ന ആയത്താണ്. അവിടെ സ്വലാത്ത് ചൊല്ലൽ കേൾക്കുന്നവനും ഓതുന്നവനും സുന്നത്താണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു സുന്നത്തില്ലാന്ന് ഫത്വ നൽകിയിട്ടുണ്ടെങ്കിലും അത് അറിയാത്തവരല്ലേ ഇബ്നു ഹജർ തങ്ങള്. മഹാനവർകൾ പറയുന്നു, ഇമാം നവവി തങ്ങൾ അത് സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അങ്ങനെ ഒരു സംഗതി സുന്നത്തുണ്ട്. അതിന് മഹാനവർകൾ അവലംബമാക്കിയത് അൻവാർ എന്ന് പറയുന്ന കിതാബിലെ മുസന്നിഫ് ഉദ്ധരിച്ച ഉദ്ധരണിയാണ്. ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാമർശിക്കുന്ന ഒരായത്തങ്ങ് ഓതിപ്പോയാൽ ഒന്ന് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും ഒരു സ്വലാത്ത് അവിടെ ചൊല്ലണം. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ ഘട്ടമായി പറയുന്നത് നിസ്കാരാനന്തരമാണ്. നിസ്കരിച്ച് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടോ? ഉണ്ട്. ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, അങ്ങനെ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ പ്രാർത്ഥിച്ചാൽ, അതേ, അല്ലാഹുമ്മ ആതി മുഹമ്മദനിൽ വസീല വജഅൽ ഫിൽ മുസ്തഫീന മഹബ്ബതാ വഫിൽ ആലമീന ദറജതാ വഫിൽ മുഖറബീന ദറഹു. ഈ പ്രാർത്ഥന ഒരാൾ നടത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് അവന് ഉറപ്പാകുന്നു. നിസ്കാരത്തിന്റെ ശേഷം, ഫർള് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് 80 കൊല്ലം ഒരൊറ്റ ദിവസവും വിടാതെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറയുന്ന സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്ത് ഓതിയ മഹാനാണ് ഇമാം ശിബിലി റഹിമഹുല്ലാഹ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും
അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ച ചില മഹാന്മാർ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മുന്നിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റ് നിന്ന് ശിബിലി ഇമാം തങ്ങളെ രണ്ട് കണ്ണിനിടയിൽ ചുംബിക്കുന്നു. കണ്ട മഹാന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇത്രത്തോളം ശിബിലി ഇമാമിന് ബഹുമാനം കൊടുക്കാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിസ്കാരം കഴിഞ്ഞ് ദിക്റൊക്കെ കഴിഞ്ഞാൽ, എല്ലാ ഫർള് നിസ്കാരവും കഴിഞ്ഞിട്ട് എന്റെ മഹത്വം പറയുന്ന ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന ആയത്ത് ഓതുന്ന മഹാനാണ്. അതിന്റെ പുറമേ വയത്ബഉഹാ ബിസ്സലാത്തി അലയ്യ, ആ ആയത്ത് ഓതിയിട്ട് പിന്നൊരു സ്വലാത്തും ചൊല്ലും. ആയത്ത് മാത്രല്ല, അതിന്റെ ശേഷം ഒരു സ്വലാത്തും എനിക്ക് ചൊല്ലും. അങ്ങനെ എന്നെ ഓർക്കുന്ന, എൻ്റെ പേരിൽ സ്വലാത്തല്ലുന്ന ആളെ കാണുമ്പോൾ ഞാനും ഒന്ന് ബഹുമാനിക്കണ്ടേ? അതിനാ ഞാൻ ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് രണ്ട് കണ്ണിനിടയിൽ ചുംബനം കൊടുത്തത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ്. വേറെ ചില റിപ്പോർട്ടിൽ കാണാം, ശിബിലി ഇമാം തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വർഗത്തിൽ മഹാനവറുകൾ സ്വർഗീയരുടെ കൂട്ടത്തിലായി കണ്ടപ്പോ, സ്വർഗത്തിൽ വലിയ ബഹുമാനത്തോടെ നടക്കുന്ന കണ്ടപ്പോ ശിബിലി ഇമാം റളിയല്ലാഹുവിനോട് ചോദിച്ചൊരാള്, എന്തേ അല്ലാഹു നിങ്ങൾക്ക് ഇത്ര ബഹുമാനം തന്നത്? ഒന്നുമല്ല, അല്ലാഹു ഏറ്റവും ബഹുമാനിച്ച നേതാവ്, ഏറ്റവും ബഹുമാനിച്ച സൃഷ്ടി ആരാണ്? അക്രമുൽ ഖൽഖ് ആരാണ്? സഹോദരങ്ങളെ, സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനമാർക്കാണ്? തർക്കമില്ലല്ലോ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഏറ്റവും വലിയ ബഹുമാനം. അത്ര ബഹുമാനം അല്ലാഹു ആർക്കും നൽകിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, ബാപ്പാനേക്കാളും ഉമ്മാനേക്കാളുള്ള ബഹുമാനം. ബാപ്പ വിളിക്കുന്നു, മോനെ, മോന് ഫർള് നിസ്കരിക്കാണ്. നിസ്കാരം കൈയ്യച്ചു പോയിട്ട് ബാപ്പാനെ വിളിക്കുത്തരം ചെയ്യാൻ പറ്റുമോ? ഫർള് നിസ്കാരത്തിൽ ബാപ്പ വിളിക്കുന്നു, ഉമ്മ വിളിക്കുന്നു, കൈയ്യച്ചു പോയി ഉത്തരം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ ബാപ്പാന്റെ ഉമ്മാനും വിളിക്കുത്തരം ചെയ്യണം. അതേ സമയത്ത് അതിനേക്കാൾ അപ്പുറം ഫർള് നിസ്കരിക്കുകയാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ വിളിച്ചാൽ കൈയ്യച്ചു പോയി ഉത്തരം ചെയ്യണം. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. മദീന പള്ളിയുടെ ഉള്ളിൽ നിസ്കരിച്ചിരുന്നൊരു സ്വഹാബി, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നിസ്കാരത്തിൽ നബി തങ്ങൾ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്, ഉള്ളിലാണ് ആ സ്വഹാബി. നിസ്കരിക്കുകയായിരുന്നു, നബി തങ്ങൾ വിളിച്ചു, വിളിക്ക് ഉത്തരം ചെയ്തില്ല. നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ നിസ്കാരത്തിലായിരുന്നു. അള്ളാഹു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് നബി തങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും എപ്പോ വിളിച്ചാലും ഉത്തരം ചെയ്യണം. നിസ്കാരത്തിലാകട്ടെ, ഫർള് നിസ്കാരത്തിലാകട്ടെ, മാറ്റമില്ല. ഫർള് നിസ്കാരത്തിൽ പോലും കൈയ്യച്ചു ഉത്തരം ചെയ്യണമെന്ന് കൽപ്പനയുള്ള ഒരേ ഒരു നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തൊരു ബഹുമാനാണ് അല്ലാഹു തആല കൊടുക്കുന്നത്, എന്തൊരു സ്ഥാനമാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള നബിമാരെ മുഴുവനും അല്ലാഹു തആല അവരെ പേരെടുത്ത് സംബോധന നടത്തി ഖുർആനിൽ. യാ ആദമു, അല്ലാഹു വിളിച്ചില്ലേ? ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. നൂഹ് നബിനെ അല്ലാഹു യാ നൂഹു എന്ന് വിളിച്ചില്ലേ? ഇബ്രാഹിം നബിനെ അല്ലാഹു യാ ഇബ്രാഹിം എന്ന് വിളിച്ചില്ലേ? മൂസാ നബിനെ അല്ലാഹു യാ മൂസാ എന്ന് വിളിച്ചില്ലേ? പക്ഷേ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന ബഹുമാനം കണ്ടോ? പേരെടുത്ത് വിളിക്കാതെ അല്ലാഹു വിളിക്കുന്നത് യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ, ഇങ്ങനെയല്ലേ വിളിക്കുന്നത്. ഒരു സ്ഥലത്ത് പോലും പേരെടുത്ത് വിളിച്ചിട്ടില്ല. എന്നു മാത്രമല്ല, ജനങ്ങളോടും അല്ലാഹു അത് പഠിപ്പിച്ചു.
പഠിപ്പിച്ചു, ലാ തജഅലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരെ പരസ്പരം പേര് വിളിക്കും പോലെ അല്ലാഹുവിന്റെ റസൂലിനെ പേരെടുത്ത് വിളിക്കാൻ പാടില്ല. വിളിക്കേണ്ടത് യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അങ്ങനെയാണ് വിളിക്കേണ്ടത്. ബഹുമാനം അങ്ങനെയാണ്. നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിലൊക്കെ വിളിക്കുന്നത് എങ്ങനെയാണ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ. പേരുകൊണ്ടാണോ നബി തങ്ങളെ സംബോധന ചെയ്യുന്നത്? അല്ലേ അല്ല. ഏറ്റവും ബഹുമാനമുള്ള നേതാവിനെ ദുനിയാവിൽ വെച്ച് നിസ്കാരത്തിന്റെ ശേഷം ഞാനങ്ങ് ബഹുമാനിച്ചപ്പോ നബിതങ്ങൾ എനിക്ക് വലിയ ബഹുമാനം തന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 80 വർഷമായി ഇമാം ശിബിലി റഹിമഹുല്ലാഹ് എല്ലാ ഫർള് നിസ്കാരം കഴിഞ്ഞ് ദിക്റൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തുനബി തങ്ങളെ ഓർത്തുകൊണ്ട് ആയത്ത് ഓതും. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അതിനുശേഷം അതാ ഒരു സ്വലാത്തും ചൊല്ലുന്നു. നമസ്കാരം കഴിഞ്ഞിട്ട് ഇക്റൊക്കെ കഴിഞ്ഞിട്ട് സ്വലാത്തിൽ നിന്നതിന് വലിയ മഹത്വമുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന സ്വലാത്തുകളൊക്കെ ചൊല്ലണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വലാത്തിന്റെ മഹത്വത്തെ പറ്റി ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. ഇഖാമത്ത് കൊടുത്ത ഉടനെ, ബാങ്കിന്റെ ഉടനെ സ്വലാത്ത് ചൊല്ലണം. ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്? നമ്മളെ നാട്ടിൽ ചിലർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നറിയില്ലേ? ബാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞാൽ സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദ്. ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തുൽ ഖായിമ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. കൂടെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊരു സുന്നത്തില്ല. ഈ മുഅദ്ദിന് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ? അപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. ശേഷം സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി എന്ന് ദുആർക്ക്. ബാങ്കിനും ഇഖാമത്തിന് ശേഷം അത് പ്രത്യേകം സുന്നത്താണ്. ആ ദുആഇന് വലിയ പുണ്യമുണ്ടല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന വസീല നബി തങ്ങൾക്കല്ലാതെ മറ്റാർക്കും അല്ലാഹു തആല അത് കൊടുക്കുന്നില്ല. ആ വസീല നമ്മൾ ചോദിച്ചാൽ നമുക്കെന്താ കിട്ടാനുള്ളത്? അല്ലാഹു തആല കൊടുക്കുന്ന വസീല നമ്മൾ ചോദിക്കുമ്പോ മാഷാ അല്ലാഹ് മക്കവിസ്ത വന്നു. അസ്സലാമു അലൈക്കും. ആ വസീല ചോദിക്കുമ്പോ ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, എന്റെ ശഫാഅത്ത് നബി തങ്ങൾക്ക് ഉറപ്പായി. ഹല്ലത്ത് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം വജബത്ത് എന്നാണ്. ചില റിപ്പോർട്ടുകൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, സ്ഥിരപ്പെട്ടു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ശഫാഅത്ത് സ്ഥിരപ്പെട്ട് കിട്ടാൻ നമ്മൾ ചൊല്ലേണ്ടത് വളരെ ചെറിയൊരു മാർഗമാണ്. നബി തങ്ങൾക്കല്ലാതെ അല്ലാഹു തആല വസീല എന്ന പദവി ആഖിറത്തിൽ ആർക്കും കൊടുക്കൂല. മഖാമും മഹ്മൂദ് നബി തങ്ങൾക്ക് മാത്രമേ അല്ലാഹ് കൊടുക്കുകയുള്ളൂ. അത് കൊടുക്കാൻ സഹോദരങ്ങളെ നമ്മൾ ദ്വാരന്നിട്ട് വേണോ നബി തങ്ങൾക്കത് കിട്ടാൻ? നമ്മൾ ദ്വാരക്കുന്നത് നമുക്ക് അവിടുത്തെ ശഫാഅത്ത് കിട്ടാനാണ്. അതുകൊണ്ടാണ് ആ ദുആഇന്റെ അവസാനം വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് എന്നുകൂടി ചേർത്തി ദ്വാരക്കുന്നത്. കാരണം ഇത് പഠിപ്പിക്കുന്ന ഹദീസുകളിലൊക്കെ ശഫാഅത്തിനെ സംബന്ധിച്ച് ശഫാഅത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കൂട്ടത്തിൽ ആ ശഫാഅത്തും ചോദിക്കുകയാണ്. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. കൂട്ടത്തിൽ ഒന്നാണിത്. വേറെ ഒന്നാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുക. മൻസാറ ഖബരിഹി വജബത് ലഹു ശഫാഅത്തി, എന്നെ വന്ന് സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് എന്റെ ശഫാഅത്ത് സ്ഥിരപ്പെട്ടു പോയി. ആ സിയാറത്ത് സുന്നത്തല്ലേ? ആ സിയാറത്ത് സുന്നത്താണ് സഹോദരങ്ങളെ. മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും ഹജ്ജ് പറയുന്നിടത്താണ് മദീന സിയാറത്ത് പഠിപ്പിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? കാലങ്ങൾക്ക് മുമ്പേ
ഹജ്ജ് കഴിഞ്ഞാൽ മദീനയിൽ വന്ന് സിയാറത്ത് ചെയ്യുന്നൊരു പതിവുണ്ട്. അങ്ങനെ സിയാറത്ത് ചെയ്യാൻ പോകാൻ പാടില്ല എന്ന് മുസ്ലിങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചതാരാ? വിദേഹത്തുകാരാണ്. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, ഇൽമു കൊടുത്ത് അള്ളാഹു അവരെ നന്നാക്കട്ടെ, അവരെ ഷറിൽ നിന്ന് മുസ്ലിം ലോകത്ത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ സിയാറത്ത് പാടില്ല എന്ന് നേരത്തൊരൊറ്റ കുട്ടിയും അങ്ങനെ എഴുതിയിട്ടില്ല. അത് എഴുതാൻ ധൈര്യം കാണിച്ച ആള് ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ വന്ന ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആദ്യം അതിന് ധൈര്യം കാണിച്ചത്. അയാളെ പേനയിൽ നിന്നാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായി തീർന്നത്. അതിനു മുമ്പും ശേഷമൊക്കെ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് ഇൽമുള്ള എല്ലാ മഹാന്മാരും ഹജ്ജ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സിയാറത്ത് ചെയ്തിട്ടുണ്ട്. തങ്ങളെ വഫാത്തിന് ശേഷം മക്കയിൽ താമസിച്ചിരുന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഹജ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ മദീനയിൽ വന്ന് സിയാറത്ത് ചെയ്തിട്ട് പിന്നെ മക്കയിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെയാണ് പതിവ്. നമ്മളെ നാട്ടിലെ ആൾക്കാരുടെ അവസ്ഥ നോക്കി നിങ്ങൾ പലരുടെയും. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് മക്കത്തും മദീനത്തും പോയാലും മദീന പള്ളിയിൽ ജമാഅത്തിന് കൂടിയാലും ഒരു സലാം പറയാം മുത്തുനബി തങ്ങൾക്ക്. എന്താ നബി തങ്ങൾ ഇവർ ചെയ്തത്? അവരെ വാപ്പാന ഖബറുകളൊക്കെ വന്നിട്ട് അവർ സലാം പറയുന്നു. പക്ഷേ മുത്തുനബി തങ്ങളെ ഹദറത്തിൽ പോയിട്ടൊരു സലാം പറയാൻ എന്തൊരു മടിയാണ് അവർക്ക്. എന്താണ് സഹോദരങ്ങളെ മുത്തുനബി തങ്ങൾ അവരെ ചെയ്തത്? അവരെ ഉള്ളിലുള്ള നിഫാഖ് അതിന് സമ്മതിക്കുന്നില്ല. ഇത്രയും മുടക്കി പോയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോടൊരു പിണക്കം വേണോ? മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി. ഹജ്ജ് ജഞ്ചിന് വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോകുന്നവൻ എന്നോട് പിണങ്ങിയവനാണ്. വിദൂര രാജ്യങ്ങളിൽ നിന്ന് സ്വഹാബത്ത് ഇടക്കിടക്ക് വന്ന് സിയാറത്ത് ചെയ്യുന്ന പതിവാണ്. അയിമ്മത്തുൽ അർബഅ മുഴുവനും സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ലോകത്തറിയപ്പെട്ട അഖ്താബുകൾ മുഴുവനും സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എത്ര വലിയ ഇൽമിന്റെ ഗോപുരങ്ങളാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ ആ സിയാറത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാദ്യം ലോകത്ത് ചൂണ്ടിക്കാണിക്കേണ്ടത് അയിമ്മത്തുകളല്ലേ, മഹാന്മാരല്ലേ, അഖ്താബുകളല്ലേ. അവരൊക്കെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ സിയാറത്ത് വലിയ ഫലമുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് വാങ്ങിന് ശേഷം ഇഖാമത്തിന് ശേഷം ദുആ ഒഴിവാക്കരുത്, സ്വലാത്ത് ഒഴിവാക്കരുത്. അതൊന്നും പതിവാക്കണം. അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന വലിയ ഒരു സംഗതിയാണത്. അഞ്ചാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നു, ഇൻദൽ ഖിയാമിലി സ്വലാത്തിൽ ലൈലി മിനൻ നൗം. രാത്രിയിൽ ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു തഹജ്ജുദ് നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്ന് സ്വലാത്ത് ചൊല്ലണേ. ഹദീസിൽ കാണാം, യദ്ഹഖുല്ലാഹു ഇലാ റജുലൈനി. രണ്ട് തരം ആളുകളിലേക്ക് അല്ലാഹു സന്തോഷത്തിന്റെ നോട്ടം നോക്കുന്നു. റജുലുൻ ലഖിയൽ അദുവ വഹുവ അലാ ഫറസിൻ മിൻ അംസലി ഖൈലി അസ്ഹാബിഹി ഫൻഹസമു വതബതാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. കൂടെയുള്ള ആളുകൾ പലരും ശത്രുപക്ഷത്തെ കണ്ടപ്പോ പേടിച്ചവര് പിന്തിരിഞ്ഞു പോയി. ഈ മനുഷ്യൻ പടക്കളത്തിൽ അങ്ങനെ ഉറച്ചു നിന്നു. ആ മനുഷ്യനോട് അല്ലാഹുവിന് വലിയ സന്തോഷമാ. മുന്നിൽ ഒരുപാട് ശത്രുക്കളെ കണ്ടിട്ടും പേടിച്ച് വരണ്ടോടിയില്ല. നല്ല മനോധൈര്യത്തോടെ ഉറച്ചു നിന്ന ആ വ്യക്തിയിലേക്ക് അല്ലാഹു അവന്റെ തൃപ്തിയുടെ നോട്ടം നോക്കുന്നു. ഫൈൻ ഖുതില ഉസ്തുഷ്ഹിദ. അതേ, അയാൾ അവിടെ കൊല്ലപ്പെട്ടാൽ ഷഹീദായി, ഷഹാദത്തിന്റെ പ്രതിഫലം ലഭിച്ചു. വൈൻ ബഖിയ, അയാളെ തൊടാൻ ധൈര്യം കാണിക്കാതെ ശത്രുക്കൾ തിരിച്ചുപോയാലോ അയാൾ വിജയിച്ചു പോയി. തിരിച്ചു ഒളിച്ചോടി പോകാൻ പാടില്ലല്ലോ, ഉറച്ചു നിൽക്കണ്ടേ, ഈമാന്റെ ഭാഗല്ലേ. അപ്പൊ അയാളെ ഈമാന് കണ്ടിട്ട് അല്ലാഹു തആല സന്തോഷിക്കാം. നല്ല ഈമാനുള്ള മനുഷ്യനാണ്. അപ്പുറത്ത് എത്ര ആളുകൾ വന്നിട്ടും തിരിച്ചുവിടുന്ന പരിപാടിയില്ല. രണ്ടാമത്തെ ആൾ ആരാണ്? വറജുലുൻ ഖാമ ഫീ ജൗഫിൽ ലൈൽ. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു ലാ യഅലമു ബിഹി അഹദുൻ. അയാൾ എഴുന്നേൽക്കുന്നത് ആരും അറിയുന്നില്ല. എന്നിട്ട് ഉളു എടുത്തു, പൂർണ്ണമായി ഉളു എടുത്തു.
അള്ളാഹുവിനെ സ്തുതിച്ചു, അള്ളാഹുവിനെ പ്രകീർത്തിച്ചു. വസല്ലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി നട്ടപ്പാതിരാക്ക് നിസ്കരിക്കാൻ എണീറ്റ മനുഷ്യന് അള്ളാഹുവേ നീ എനിക്ക് വലിയ ഭാഗ്യം തന്നല്ലോ, പലരും ഉറങ്ങുമ്പോഴും ഉറക്കത്തിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചല്ലോ, ഈ നിസ്കാരത്തിന് എനിക്ക് തൗഫീഖ് തന്നല്ലോ. അള്ളാഹുവിന് സ്തുതി പറഞ്ഞിട്ട് എനിക്ക് സ്വലാത്തും ചൊല്ലി വസ്തഫ്തഹൽ ഖുർആൻ, ശേഷിക്കുന്ന സമയത്ത് ഖുർആൻ ഓതി തുടങ്ങി. ഫദാകല്ലദീ യദ്ഹഖുല്ലാഹു ഇലൈഹി, ആ മനുഷ്യനെയും അള്ളാഹു തൃപ്തിയോടെ നോക്കുന്നു. രാത്രി അർദ്ധരാത്രി സമയത്ത് എഴുന്നേൽക്കുമ്പോ തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ഉമ്മമാരോട്, ഉപ്പമാരോട്, സഹോദരങ്ങളോട് പറയട്ടെ, അള്ളാഹുവിനെ സ്തുതിക്കാറില്ലേ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്തും ചൊല്ലണം. നിസ്കാരം കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഖുർആൻ ഓതണം. ഖുർആനോത്തിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം അത് സുബഹിക്ക് നേരം ശേഷമല്ല, ഇശാ മഗ്രിബിന്റെ ഇടയിലല്ല. ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം വഖ്തു സഹരി, അത്തായത്തിന്റെ സമയമാണ്. ഓതാൻ ഒരു പേജാണോ കിട്ടുന്നത് അപ്പോൾ ഓതണം. അത്ര മഹത്വമുള്ളൊരു നേരം 24 മണിക്കൂറിൽ വേറെ ഇല്ല. മഹാന്മാരെങ്ങനെ ചെയ്യൽ? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ ഖുർആൻ ഓതും. ഒരു നിശ്ചിത അളവിൽ ഖുർആൻ ഓതി കഴിഞ്ഞാൽ കൂടുള്ള ആളോട് ചോദിക്കും വാങ്കൊടുത്തു നോക്കും, ഇല്ല വാങ്കൊടുത്തില്ല എന്ന് പറയും. വാങ്കൊടുക്കുന്നവരെ ഇസ്തിഗ്ഫാർ ചൊല്ലും, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഇസ്തിഗ്ഫാർ അങ്ങനെ ചൊല്ലും. ബില്ലസ്ഹാരികും യസ്തഗ്ഫിറൂൻ, അത്തായത്തിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലും. വാങ്കൊടുക്കുന്നവരെ ഇസ്തിഗ്ഫാർ ചൊല്ലും. വാങ്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കരിച്ച് വേഗം പള്ളിയിലേക്ക് പുറപ്പെടും. അങ്ങനെയാണ് പതിവ് ശൈലി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശൈലി അങ്ങനെയാണ്. അപ്പൊ നമ്മളും അത്തായത്തിന്റെ സമയത്ത് രാത്രി എഴുന്നേറ്റാൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ മനുഷ്യൻ സ്വലാത്തല്ലണം. പിന്നെ പറയുന്നു ആറാമത് ബഅദൽ ഫറാഗി മിനത്ത് തഹജ്ജുദി, തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ടും സ്വലാത്ത് ചൊല്ലണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി രാത്രി എഴുന്നേൽക്കുമ്പോൾ വുളു എടുക്കാനുള്ള വെള്ളം ഞങ്ങൾ റെഡിയാക്കി വെക്കും. മിസ്വാക്കും തന്നെ നല്ലോണം വൃത്തിയാക്കി ഒരു ഭാഗത്ത് വെക്കും. രാത്രി തങ്ങൾ എഴുന്നേറ്റാൽ വുളു എടുത്ത് മിസ്വാക്ക് ചെയ്ത് വുളു എടുക്കും. അങ്ങനെ പിന്നെ തങ്ങൾ നിസ്കരിക്കും. 9 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് അതേ ഈ രണ്ട് റക്അത്തായി നിസ്കരിച്ച് പിന്നെയും 2 റക്അത്ത് നിസ്കരിക്കും. 1 റക്അത്ത് വിത്ർ കൂടി ബാക്കിയുണ്ടാകും. അതിനിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് അല്പം വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ 1 റക്അത്ത് വിത്റും കൂടി നിസ്കരിക്കുന്നു. വിത്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ദ്വാർക്കുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷവും സ്വലാത്തുൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു എണ്ണി പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, പള്ളി കാണുമ്പോൾ പള്ളിയുടെ സമീപത്തുകൂടെ വാഹനത്തിലോ നടന്നിട്ടോ പോകുമ്പോ ഒരു സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. പള്ളി കാണുമ്പോ നോക്കൽ പ്രത്യേക സുന്നത്തുണ്ടല്ലോ. അല്ലാഹു തആലയിലേക്ക് 5 നേരവും വിളിക്കുന്ന, നിസ്കാരം നടക്കുന്ന, ദിക്ർ നടക്കുന്ന ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു കേന്ദ്രമല്ലേ പള്ളി? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ പള്ളി? ആ പള്ളിയുടെ പരിസരത്തുകൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. നമുക്കറിയുന്ന സ്വലാത്തുകൾ ചൊല്ലുക. വദഖൂലിഹാ, പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും സ്വലാത്ത് സുന്നത്തുണ്ട്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും സ്വലാത്ത് സുന്നത്തുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി വഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. സ്വലാത്തിൽ പ്രത്യേകം സുന്നത്തുണ്ട്. അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പലയിടത്തും അത്ര എഴുതിയിട്ടുള്ളൂ അല്ലേ? അത്ര എഴുതിയുകൊണ്ട് നമ്മൾ അത്ര ചൊല്ലുന്നുള്ളൂ. പുറത്തിറങ്ങുമ്പോൾ അല്ലാഹുമ്മ അസ്അലുക ഫളലിക്കാന്ന് മാത്രം ദിക്റിൽ എഴുതിയിട്ടുള്ളൂ. അത് മാത്രമല്ല ഉള്ളത്, സ്വലാത്തും കൂടി ചൊല്ലണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതൊരു പ്രത്യേക സന്ദർഭമാണ്. പള്ളിയിലേക്ക് അടുക്കല്ലേ, പള്ളിയിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിക്കാനും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ ഒരവസരം നമുക്ക് നേടിത്തന്നത്, ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത്, ഈ മഹത്വങ്ങളിലേക്ക് നമ്മളെ വഴി നടത്തിയത് ആരാ?
അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലേക്ക് പോകുന്നതിന്റെ മഹത്വങ്ങളൊക്കെ പഠിപ്പിച്ചത് തങ്ങളല്ലേ, ഇതംപ്രദമായി തങ്ങളല്ലേ അത് പഠിപ്പിച്ചത്. അപ്പൊ ആ പ്രവേശിക്കുമ്പോഴും ദ്വാരക്കുന്നതിന് കൂടെ സ്വലാത്തും സലാമും ചൊല്ലുക, പുറപ്പെടുമ്പോഴും അങ്ങനെ സ്വലാത്തും സലാമും ചൊല്ലുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിച്ച ചില ഹദീസിലൊക്കെ അല്ലാഹുമ്മ അസ്മിനി മിനശ് ശൈത്വാൻ, അല്ലാഹുമ്മ അസ്മിനി മിനശ് ശൈത്താൻ, പടച്ചോനെ ഞാൻ പള്ളിയിലേക്കാണ് കയറുന്നത്, പള്ളിയിൽ നിന്നാണ് ഇറങ്ങുന്നത്, ശൈത്താനിൽ നിന്ന് എന്നെ നീ കാക്കണേ. നിന്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, നിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തും ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ പള്ളിയുടെ പരിസരത്തൂടെ പോകുമ്പോ സ്വലാത്ത് ചെല്ലണമെന്ന് പഠിപ്പിച്ചത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. എട്ടാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നു ഫീ യൗമിൽ ജുമുഅത്തി വലൈലത്തിഹാ, വെള്ളിയാഴ്ചന്റെ രാവിലും പകലിലും ധാരാളം സ്വലാത്ത് ചൊല്ലണം. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോ ഭരണാധികാരികളിലേക്ക് മുഴുവനും എഴുതിയ കത്തില് മഹാനവറുകൾ എഴുതി വെച്ചു, അതേ ജനങ്ങളോടൊക്കെ നിങ്ങൾ വെള്ളിയാഴ്ച നല്ല ഇൽമു പറഞ്ഞു കൊടുക്കണം, വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞിട്ട് ആളുകൾക്ക് നല്ല ഇൽമു പറഞ്ഞു കൊടുക്കണം. ഫഇന്ന ഗായിലത്തുൽ ഇൽമി അന്നിസിയാൻ, ഇൽമിന്റെ കേട് വരുന്നത് മറതിയാണ്. വഅക്സിറു സ്വലാത്ത അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച അന്ന് ധാരാളം സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണം.